ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല ലോക പ്രശസ്തനായ പണ്ഡിതനാണ്. ഹംബലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മദ്ഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു എന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരെല്ലാം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആരാണെന്നറിയാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആരായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതി. ദിവസവും ദിനേന 300 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ദിനേന 300 റക്അത്ത് സുന്നത്ത്, ഫർളായ നമസ്കാരങ്ങൾ വേറെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ജയിൽവാസം അനുഷ്ഠിക്കുമ്പോ ആ ജയിലിൽ കിടന്നുകൊണ്ട് കഷ്ടമായ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ടവരുടെ കാലിൽ വ്രണം വന്ന് പഴുത്ത സമയത്ത് പോലും ചുരുങ്ങിയത് 150 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നുവെന്ന്. കഠിനമായ പരീക്ഷണത്തിന്റെ സമയത്ത് പോലും ദിവസവും 150 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല. അദ്ദേഹം മനപ്പാടമാക്കിയ ഹദീസുകൾ 10 ലക്ഷം ഹദീസുകളാണ്. 10 ലക്ഷം ഹദീസുകൾ, അതിന്റെ നിവേദക പരമ്പര ഉൾപ്പെടെ സനദുൾപ്പെടെ 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ മഹാൻ. ജയിൽവാസത്തിനോടനുബന്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ 8 ലക്ഷം ആളുകളാണ് ഒരുമിച്ച് കൂടിയത്. സുബ്ഹാനല്ലാഹ്, 8 ലക്ഷം ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഒരുമിച്ച് കൂടിയ 8 ലക്ഷം ആളുകളെ കണ്ട് അഗ്നി ആരാധകരും ക്രൈസ്തവരുമായ ഒരുപാട് ആളുകൾ ആ മയ്യത്ത് നമസ്കാരം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്.